السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم يجيء صاحب القرآن يوم القيامة فيقول القرآن يا ربي هل له فيلبس تاج الكرامة ثم يقول يا ربي زده فيلبس حلية الكرامة ثم يقول يا ربي أرضى عنه فيرضى عنه فيقال له اقرأ ويزاد بكل آية حسنة. റവാഹു അത്തുർമുദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി 2295 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് നാം കേട്ടത്. നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഈ ഭൗതികമായ ലോകത്ത് എന്തെങ്കിലുമൊക്കെ മികവ് ഉണ്ടാകണമെന്നത്. അതിനുവേണ്ടി കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. ആ മികവിൽ ഏറ്റവും മികവ് അള്ളാഹു നൽകിയ നിഅ്മത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിനയാന്വിതരായ ഭൂമിയിലെ അടിമകളായി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം ഇപ്പോഴും ഈ സന്ദർഭത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിച്ച് സുജൂദ് ചെയ്യാൻ വേണ്ടി ഈ ഇടവും സമയവും തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി മെനക്കെട്ട് ഒഴിഞ്ഞിരുന്നത്. അള്ളാഹു അത് നമ്മിൽ നിന്ന് കബൂലാക്കി അമൽ സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് എന്തെല്ലാം മികവുകളാണ്. ആ മികവുകൾക്കാണ് പറയുന്ന പേര് കറാമത്ത് എന്നുള്ളത്. ദുനിയാവിൽ എന്തെങ്കിലും കറാമത്തുണ്ട് എന്ന് അറിഞ്ഞാൽ, ഇല്ലെങ്കിൽ തന്നെ കള്ളക്കറാമത്തുകൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ ഹൈലൈറ്റ് ചെയ്ത് അതൊരു ആത്മീയ ബിസിനസ്സായി മാറുന്ന ആധുനിക ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആദരവിന് കറാമത്തിന് പാത്രീഭൂതമാകുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന ചില കറാമത്തുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യജീഉ സാഹിബുൽ ഖുർആനി, ഖുർആന്റെ വക്താവ്, ഖുർആന്റെ ആള് നാളെ പരലോകത്ത് വരും. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരും. യഖൂൽ, എന്നിട്ട് പറയും അല്ലാഹുവോട്, ഖുർആൻ പറയും, യാ റബ്ബി, യാ റബ്ബേ, ഹല്ലിഹു, ഇവന് നീ ആഭരണങ്ങൾ ധരിപ്പിക്കണമേ. ഖുർആൻ ഓതിയ, പഠിച്ച, മനഃപ്പാഠമാക്കിയ, അതിൻ്റെ പിറകെ നടന്ന് സഞ്ചരിച്ച ഒരാൾക്ക് ആ ഖുർആൻ നാളെ ഒരു സഹായിയായിത്തീരും. അങ്ങനെ അള്ളാഹുവിനോടുള്ള ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫയുൽബസു താജുൽ കറാമത്തി, ഒരു കിരീടം ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അണിയിക്കും. ആദരവിൻ്റെ ഒരു താജ്, കിരീടം. ദുനിയാവിൽ താജുൽ ഉലമയും താജുൽ കിരീടമൊക്കെ ആയി നടക്കാൻ പല ആളുകളുമൊക്കെ പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ നാളെ റബ്ബ് അള്ളാഹിൻ്റെ കലാമായ ഖുർആനിൻ്റെ ശുപാർശ കൊണ്ട് തലയിൽ കിരീടം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സുമ്മ യഖൂലു യാ റബ്ബി സിദ്ഹു, അല്ലാഹുവേ അത് പോരാ, കേവലം ഒരു കിരീടം പോരാ. കാരണം ഇയാളുടെ തലയിൽ വേറൊരു ചിന്തയില്ല. ഈ ഖുർആൻ ഓതുക, വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, അതുമായി ബന്ധപ്പെടുക, അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതിൻ്റെ വിലക്കുകൾ, നിന്റെ വിലക്കുകളാണല്ലോ റബ്ബേ, അത് മാനിക്കുക. അങ്ങനെ ഖുർആനാകുന്നു അയാളുടെ ജീവിതം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ് എന്ന് പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്താ? ഖുൽഖുഹു അൽ ഖുർആൻ, റസൂലിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതുപോലെ ആയിത്തീരാൻ വേണ്ടി പരിശ്രമിച്ച് അതുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാൾക്ക് കേവലം ഒരു കിരീടം കൊണ്ട് മതിയാകുകയില്ല റബ്ബേ, അതുകൊണ്ട് കുറച്ചുകൂടി വർദ്ധിപ്പിക്കും. അപ്പൊ ഹല്ലുഹു എന്ത് ചെയ്യും? ഫയൽബസു ഹല്യത്തൽ കറാമത്തി, അപ്പൊ അയാൾക്ക് കറാമത്തിന്റെ ഉടയാടകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അണിയിക്കും. വീണ്ടും ആ ഖുർആൻ ആ മനുഷ്യന് വേണ്ടി ശഫാഅത്ത് നടത്തും. യാ റബ്ബി അർള അൻഹു, പടച്ചോനെ അത് പോരാ, നീ അവരെ തൃപ്തിപ്പെടുക കൂടി വേണം. ഫയുർള അൻഹു, കിരീടം വെച്ചു കൊടുത്ത് മേലാടുകൾ ധരിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുകയും ചെയ്യും. ഫയുഖാലു ലഹു ഇഖ്റഅ, നീ ഖുർആൻ
ദുനിയാവിൽ നിന്ന് മനഃപ്പാടമാക്കി കുറേ എണ്ണല്ലേ നിസ്കരിക്കുമ്പോൾ, തഹജ്ജുദൊക്കെ നിസ്കരിക്കുമ്പോൾ ഓതിയിരുന്നത്. ആ ഖുർആന്റെ ആയത്തുകളൊക്കെ ഓതും. എന്നിട്ട് നീ ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോയിക്കൊള്ളുക. അങ്ങനെ അയാൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ ഫയുസാദിബിക്കുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തും അയാൾക്ക് ഹസനത്തുകളായി മാറും. ആ പദവികളിലേക്ക് കയറാൻ അയാളെ സഹായിക്കും. എത്രയാണോ മനഃപ്പാടമുണ്ട്, എത്രയാണോ ഓതിയത്, എത്രയാണോ പഠിച്ചത്, എത്രയാണോ ജീവിതത്തിൽ പകർത്തിയത്, അതിനൊക്കെ പകരമായിട്ട് ദുനിയാവിൽ കിട്ടിയ ഖൈറിനേക്കാൾ ഉപരി നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ആദരവായിട്ട് ഉന്നതങ്ങളിലേക്ക്, സ്വർഗത്തിലെ ഉന്നതങ്ങളിലേക്ക് കയറി ചെല്ലാൻ തൗഫീഖ് നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അയാൾക്ക് കിട്ടുന്ന കറാമത്തായി പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന്റെ കറാമത്തുകൾ ഏറ്റുവാങ്ങി വാരിക്കൂട്ടി സ്വർഗത്തിലെ ഉന്നതമായ ദർജയിൽ എത്തുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലുമുള്ള രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹസ്നാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മുത്തഖീകളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.